Welcome to Hacker Marketing School. പല വീഡിയോസിനകത്തും പറയാത്തൊരു കാര്യം ഇപ്പൊ പറയട്ടെ. എന്താണെന്നറിയോ? ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ ആൻഡ് ലൈക്ക്, കോമെന്റ് ആൻഡ് ഷെയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണെങ്കിൽ ബ്രാൻഡ്സ് പാർട്ട്നേഴ്സ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ് ടു പ്രൊമോട്ട് ദെയർ പ്രൊഡക്റ്റ് ഓർ എ സർവീസ്. അതായത് ഒരു ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ അപ്രോച്ച് ചെയ്യും. മേ ബി ഒരു പ്രോഡക്റ്റ് മെൻഷൻ ആവാം, ഇല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേഷൻ തന്നെ ആവാം. ഇപ്പോൾ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഫേസ്ബുക്കിലെല്ലാം പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാലോ. ആൻഡ് മിക്കവരും ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ റെക്കമെൻഡേഷൻ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? So, influencers' authentic recommendation is actually a social proof that affects buying decision of a follower. ഇതിലൂടെ ബ്രാൻഡ്സിന് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാം, പിന്നെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രഡീഷണൽ ആഡും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഹിയർ ദേ ക്രിയേറ്റ് മോർ റിലേറ്റബിൾ കോണ്ടന്റ്. ബിക്കോസ് ഈ ഇൻഫ്ലുവൻസേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ഈ ക്രിയേറ്റേഴ്സിന് അറിയാം നമ്മുടെ ഓഡിയൻസിന് എന്താ വേണ്ടതെന്നുള്ളത്. സോ അവർ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബ്രാൻഡിന് പെട്ടെന്നൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. ഇനി വൈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വർക്ക്സ് എന്ന് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് ഈസ് എവ്രിതിങ്. നോർമലി മെജോറിറ്റി ഓഫ് ഇൻഫ്ലുവൻസേഴ്സും ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല. ഓവർ ടൈം അവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന ഫോളോവേഴ്സ് ഒക്കെ. അപ്പോൾ അവരുടെ ഓഡിയൻസിന് അറിയാം ഇവരുടെ ഗ്രോത്തും അപ്പ് ആൻഡ് ഡൗൺസും എല്ലാം ഫ്രം ദ ബിഗിനിങ് അവർ കാണുന്നതാണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ ആഡിനേക്കാളും അല്ലെങ്കിൽ ട്രഡീഷണൽ പ്രൊമോഷനേക്കാളും ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എവിടെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റീവാണ്. ബിക്കോസ് ഓഡിയൻസിന് മനസ്സിലാവും ഇവരൊരു ബ്രാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്താൽ ഓക്കെ ഒരു ഒതന്റിക് റെക്കമെൻഡേഷൻ ആണ്, സോ വി ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് എന്നുള്ള സാധനം. നോർമലി ദേ വോണ്ട് ഡു ബൂസ്റ്റിംഗ് ഓർ റൺ ആഡ്സ്. അവരുടെ എല്ലാം ഓർഗാനിക് ആയിരിക്കും. സോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഓഫൻ ഫീൽസ് ഓർഗാനിക് ആൻഡ് ട്രസ്റ്റ് വർത്തി. ഇനി കീ ബെനിഫിറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ബ്രാൻഡ് അവയർനെസ്. അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ദേ എക്സ്പോസ് ഇറ്റ് ടു എ വൈഡർ ടാർഗറ്റഡ് ഓഡിയൻസ്. ഇത് ബ്രാൻഡിന്റെ റെക്കഗ്നീഷനും റെപ്യൂട്ടേഷനും ബൂസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തേത് പ്രിസൈസ് ഓഡിയൻസ് ടാർഗറ്റിംഗ്. ആക്ച്വലി ബ്രാൻഡ്സിന് അവരുടെ നീഷിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് വെച്ചാൽ അത്യാവശ്യം എളുപ്പമാണ്. സോ അവർക്ക് അവരുടെ നീഷിലുള്ള ഓഡിയൻസിനെ തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുത്താൽ തന്നെ അവർക്ക് ആ ഓഡിയൻസിനെ കിട്ടും. ഇതിലൂടെ ക്യാമ്പയിൻ റെലവൻസ് മാക്സിമൈസ് ചെയ്യാം. ഇനി ഇൻഫ്ലുവൻസർ സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ ഫോളോവേഴ്സിന്റെ എണ്ണം വെച്ചിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: നാനോ, മൈക്രോ, മാക്രോ ആൻഡ് മെഗാ. ഒരു 10,000 ഫോളോവേഴ്സിന് താഴെയുള്ളവരാണെങ്കിൽ നാനോ ഇൻഫ്ലുവൻസേഴ്സ് എന്നും, ഒരു 10,000 to 1 lakh വരെ ഫോളോവേഴ്സ് ഉള്ളവരെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്നും, 1 lakh മീതെ ഫോളോവേഴ്സ് ഉള്ളവരെ മാക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് മെഗാ വരുമ്പോൾ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ്. അത് കുറച്ച് ഹൈ റേഞ്ച് പിടിച്ചു വേണം. ഇനി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഷോർട്ട് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. ഒരു ബ്രാൻഡിന് ആ ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ എത്ര നാളത്തേക്കാണ് യൂസ് ചെയ്യാൻ വേണ്ടത് അത്രയും നാളത്തേക്കുള്ള ഡീൽ വെക്കണം. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഡെവലപ്പിംഗ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ആസ് യൂഷ്വൽ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ക്ലിയർ ആക്കുക. ദെൻ നിങ്ങളുടെ സെയിം നീഷിലുള്ള അല്ലെങ്കിൽ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുക. കുത്തിയിരുന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം നീഷിലുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ സെലക്ട് ചെയ്യുക. 1, 2, 3 എത്രയും കുഴപ്പമില്ല, സെലക്ട് ചെയ്യുക. ഓക്കെ, വൈ സെയിം നീഷ്? നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട് സെയിം നീഷിലുള്ള ആളെ സെലക്ട് ചെയ്യണം, സെയിം നീഷായിരിക്കണം, അത് ഇതെന്നൊക്കെ. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരിക്കണം ഒരു ബിഗിനറിനാണെങ്കിൽ. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പെറ്റ് ഷോപ്പാണ് പ്രൊമോട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾ അതിനു വേണ്ടി ഒരു ഫുഡ് വ്ളോഗറെ പോയി അപ്രോച്ച് ചെയ്തു. എന്തായിരിക്കും അവസ്ഥ? നിങ്ങളവിടെ ലവ് ബേർഡ്സ് പൊള്ളിച്ചത്, ഹാംസ്റ്റർ പൊട്ടിത്തെറിച്ചത്, ഇതൊന്നല്ലോ കൊടുക്കുന്നത്, ജീവനുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതിന് പറ്റിയ ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെയായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം ഇൻ കോമൻസ്. ഓക്കെ, ഇനി ഇൻഫ്ലുവൻസേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പ് ക്രിയേറ്റീവ് ക്യാമ്പയിൻസ് ലൈക്ക് കൊളാബറേറ്റ് വിത്ത് ഒത്തന്റിക് ക്രിയേറ്റീവ്സ്. അതിനകത്ത് ഇപ്പോൾ ഗീവ് അവേസ് ഉണ്ടാവാം, റിവ്യൂസ് ഉണ്ടാവാം, ചാലഞ്ചസും ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മെഷറിങ്. മെഷറിങ് എന്ന് പറഞ്ഞാൽ അളക്കലല്ല, എന്നാലും അളക്കലാണ്. കൈൻഡ് ഓഫ് എൻഗേജ്മെന്റും ഇംപ്രഷൻസും എല്ലാം ട്രാക്ക് ചെയ്യണം, കൺവേർഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ, ട്രാൻസ്പാരൻസി. നിങ്ങൾ ഒരു സ്പോൺസേർഡ് കോണ്ടന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് സ്പോൺസേർഡ് ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അല്ലാതെ വെറുതെ ഒരു പ്രൊഡക്റ്റ് കിട്ടി അപ്പം തന്നെ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ട് ഇത് ഒത്തൻറ്റിക് കോണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
സ്പോൺസർഡ് ആണെങ്കിൽ സ്പോൺസർഡ് ആണെന്ന് തന്നെ പറയണം. ഇത് ഓഡിയൻസിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. ബ്രാൻഡ് വിസിബിലിറ്റി എളുപ്പം കിട്ടുന്ന ഒരു വേ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എങ്കിലും നല്ലപോലെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നല്ല രീതിക്ക് ഫണ്ടൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ സർവീസ് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഇൻഫ്ലുവൻസറിനെ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോളോവേഴ്സിന്റെ എണ്ണം തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫ്ലുവൻസർ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 4 രീതിയിലുണ്ട്: നാനോ, മൈക്രോ, മെഗാ, മാക്രോ എന്നൊക്കെ. അപ്പോൾ ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വേറെയും ഒരു കാര്യമുണ്ട്. അവരെ വ്യൂസ്, ലൈക്സ്, കോമൻസ് എല്ലാം അതും കൂടെ കമ്പയർ ചെയ്യണം, ഇല്ലെങ്കിൽ നല്ല രീതിക്ക് പെടാൻ സാധ്യതയുണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ മാച്ചിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്. ഇല്ലെങ്കിൽ അവരെ ഫോളോവേഴ്സിലൊന്ന് ജസ്റ്റ് കയറി നോക്കുക. അപ്പോൾ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ, 0 പോസ്റ്റ് 0 ഫോളോവേഴ്സ്, ഇത് ഫോളോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് നോക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ചിലവർക്ക് ചില വീഡിയോസിന് റീച്ച് ഉണ്ടാവും, ചിലതിന് ഉണ്ടാവില്ല, ബട്ട് ഫോളോവേഴ്സ് നല്ലോണം ഉണ്ടാവും. അപ്പം ഈ ഒരു സംഭവം നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോങ് ടൈം കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അപ്രോച്ച് വിൽ ഡ്രൈവ് സസ്റ്റൈൻഡ് ബ്രാൻഡ് വാല്യൂ ബിയോണ്ട് ക്വിക്ക് പ്രൊമോഷൻസ്. അതായത് പെട്ടെന്ന് ഒരു വീഡിയോയുടെ പ്രൊമോഷൻ നിർത്താണ്ട് ആ ഒരു ഇൻഫ്ലുവൻസറായിട്ട് കുറച്ചു കാലത്തേക്ക് ആ ഒരു കൊളാബറേഷൻ കീപ്പ് ചെയ്ത് വെക്കുക. അത് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വളരെ കുറച്ചാണല്ലോ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിനപ്പുറം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോമൻറ്റ് ബിലോ, വി വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മണിബെല്ലും കൂടെ അടിച്ചോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.